സാമ്പത്തിക ബാധ്യതകൾക്കിടയിലും പുതിയ മാറ്റങ്ങളുമായി നാളെ സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം പുറത്തിറക്കിയതിന് തൊട്ടുപിന്നാലെയാണ് വി ഡി സതീശൻ സർക്കാരിന്റെ കന്നി ബജറ്റ് നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വരുമാന വർധനവിനായുള്ള നിർണായക പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ആർ ശങ്കറിനും ഉമ്മൻചാണ്ടിക്കും ശേഷം ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത് ബജറ്റ് അവതരിപ്പിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന പ്രത്യേകതയും ഇത്തവണ വി ഡി സതീശനുണ്ട്. ഇടതുപക്ഷ സർക്കാരിന്റെ വികസന ഒറ്റമൂലിയായിരുന്ന കിഫ്ബിയെ ബജറ്റിലൂടെ പൂർണ്ണമായും ഉടച്ചുവാർക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ധനസമാഹരണത്തിൽ കിഫ്ബി പൂർണ്ണ സ്വയംഭരണ പദവി അനുഭവിച്ചിരുന്ന കാലം അവസാനിക്കുകയാണ്. വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റുടൻ സംസ്ഥാന ധനസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാവുക. കിഫ്ബിയുടെ സാമ്പത്തിക സമാഹരണവും വിനിയോഗവും ഇനി മുതൽ പൂർണ്ണമായും ധനവകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. വരവ് ചിലവുകൾ സംസ്ഥാന ബജറ്റിന്റെ ഭാഗമാക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവന്നേക്കാം. 1 മുതൽ 1.5% വരെ പലിശയ്ക്ക് കടമെടുപ്പ് അടക്കം ഗുരുതരമായ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മോട്ടോർ വാഹന നികുതി ഇനത്തിൽ നിന്ന് കിഫ്ബിക്ക് നേരിട്ട് ലഭിച്ചിരുന്ന 3300 കോടി രൂപ ഉൾപ്പെടെ പ്രതിവർഷം കൈപ്പറ്റുന്ന 4000 കോടിയോളം രൂപ ഇനി മുതൽ നേരിട്ട് സർക്കാർ ഖജനാവിലേക്ക് എത്തിക്കും. കരാറായതും നിയമപരമായ ബാധ്യതയുള്ളതുമായ പദ്ധതികൾ സർക്കാർ നേരിട്ട് ഏറ്റെടുത്ത് പൂർത്തിയാക്കാനാണ് നീക്കം. കിഫ്ബിയുടെ പ്രോജക്ട് മാനേജ്മെന്റ് സംവിധാനവും ക്വാളിറ്റി കൺട്രോളും മികച്ചതാണ് എന്ന് സമിതി വിലയിരുത്തിയിട്ടുണ്ട്. ഈ മാതൃക മറ്റ് സർക്കാർ വകുപ്പുകളിലേക്കും വ്യാപിപ്പിക്കാൻ നിർദ്ദേശമുണ്ട്. ഡെപ്യൂട്ടേഷൻ തസ്തികയിലുള്ള സർക്കാർ ജീവനക്കാർ, ദിവസവേതനക്കാർ, ഇന്റേൺഷിപ്പ് ചെയ്യുന്നവർ ഉൾപ്പെടെ ആകെ 512 പേരാണ് നിലവിൽ കിഫ്ബിയിൽ ജോലി ചെയ്യുന്നത്. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയ ഉടനെ സംസ്ഥാന ധനസ്ഥിതിയെക്കുറിച്ച് പഠിച്ച വിദഗ്ധ സമിതി നിർദ്ദേശങ്ങളിൽ ഊന്നിയായിരിക്കും പുനഃസംഘടന. കിഫ്ബിയുടെ പ്രോജക്ട് മാനേജ്മെന്റ് സംവിധാനവും ക്വാളിറ്റി കൺട്രോളും മികച്ചത് എന്ന വിലയിരുത്തൽ വിദഗ്ധ സമിതി നടത്തുകയും മറ്റു വകുപ്പുകളിലേക്കും സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്ത് സാമ്പത്തിക സമാഹരണത്തിലും വിനിയോഗത്തിലും ധനവകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണവും വരവ് ചെലവ് ബജറ്റിൽ ഉൾപ്പെടുത്തുന്ന വിധത്തിൽ നിലവിലുള്ള നിയമം മാറ്റവും അടക്കം വലിയ വ്യത്യാസങ്ങളാണ് വരാനിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഡെപ്യൂട്ടേഷൻ തസ്തികയിൽ തുടങ്ങി ദിവസവേതനക്കാരും ഇന്റേൺഷിപ്പും അടക്കം ആകെ 512 പേരാണ് കിഫ്ബിക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്. കൂട്ടത്തിലുള്ള ഒരു പുനർനിയമന കാര്യത്തിൽ വരെ നയപരമായ സമീപനം പ്രതീക്ഷിക്കുന്നുണ്ട്. വിപണിയിൽ നിന്ന് സർക്കാർ എടുക്കുന്നതിലും 1 മുതൽ 1.5% വരെ പലിശയ്ക്ക് കടമെടുപ്പ് അടക്കം ഗുരുതരമായ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.